സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. LDC സ്പെഷ്യൽ 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം മാതൃക ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിന്റെ ചാർജ് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത്. ഒരു ആറ്റത്തിന്റെ 3 പ്രാഥമിക കണങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ ഏതെല്ലാമാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ്. ആറ്റത്തിന്റെ മുഴുവൻ മാസ്സും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? 10⁵ ആണ്. 10⁵ മടങ്ങ് വലുതാണ് ആറ്റത്തിന്റെ വലിപ്പം. കേരളത്തിൽ നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേരളത്തിലെ നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ റദ്ദ് ചെയ്ത വർഷം ഏതാണ്? 1911. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം? ബംഗ്ലാദേശ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം? 1885. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ്? 1951 to 1952 ആണ്. 1951-52 കാലയളവിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി ആരാണ്? പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി. നർമ്മദ താപ്തി നദികൾക്കിടയിലുള്ള പർവ്വതനിര? നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിരയാണ് സത്പുര പർവ്വതനിരകൾ നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ഇലക്ഷൻ ഏതാണ്? 1962 ആണ്. 1962. മലനിരയിലെ വാരണാസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? മണ്ഡിയാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്? ബ്രഹ്മപുത്ര നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ആസാമിലൂടെയാണ്. വലിപ്പത്തിൽ ലോകരാഷ്ട്രങ്ങളുടെയിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. 7. ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9 ആണ്. അവ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ എന്നീ 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരം ഉള്ളത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മറീന ബീച്ചാണ്, ചെന്നൈ.
അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സ്വാഭാവിക അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര. അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ സ്വാഭാവിക അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിരയാണ് കാരക്കോറം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഷിപ്കില ചുരം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. 7817 മീറ്ററാണ് ഹൈറ്റ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഹൈറ്റ് 7817 മീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. കുട്ടനാട്. കോപ്പൻഹേഗന്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ഹാഫ്നിയം. അണുസംഖ്യ വരുന്നത് 72 ആണ്. മൂലകത്തിന്റെ പേര് ഹാഫ്നിയം. കേരളത്തിൽ സുനാമി മ്യൂസിയം എവിടെയാണ്? സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കലാണ്. കൊല്ലം ജില്ലയിലെ അഴീക്കലാണ് കേരളത്തിലെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നിലയ്ക്കാത്ത സിംഫണി ആരുടെ ആത്മകഥയാണ്? എം ലീലാവതിയുടെ ആത്മകഥയുടെ പേരാണ് നിലയ്ക്കാത്ത സിംഫണി. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൂരം തൃശ്ശൂർ പൂരമാണ്. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം. മേൽത്താടിയെല്ലിന്റെ ശാസ്ത്രീയ നാമം മാക്സില്ല. കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ മണ്ണ്. എന്തിന്റെ കൃഷിക്കാണ് അനുയോജ്യം? കുങ്കുമപ്പൂവിന്റെ കൃഷിക്കാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് യേശുദാസനാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റാണ് യേശുദാസൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ആരുടെ ജന്മദിനമാണ്? സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഊർജം സ്വീകരിക്കുകയും ശേഖരിക്കുകയും ആവശ്യം വരുമ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് അക്യുമുലേറ്റർ. റൗലറ്റ് നിയമം പിൻവലിച്ച വർഷം? റൗലറ്റ് നിയമം പിൻവലിച്ചത് 1922. റൗലറ്റ് നിയമം പിൻവലിച്ച വർഷം 1922. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യത്തെ വനിത ആരാണ്? ബാസന്തി ദേവിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യത്തെ വനിതയാണ് ബാസന്തി ദേവി. ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ലിംഫോസൈറ്റ് ആണ്. ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ലിംഫോസൈറ്റ്. ഹെപ്പാരിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ബേസോഫിൽ ആണ്. ഹെപ്പാരിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ബേസോഫിൽ. അടിലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. പോളിമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? യുദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് യുദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനം. കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ച സത്യാഗ്രഹം ഏതാണ്? പാലിയം സത്യാഗ്രഹമാണ് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ച സത്യാഗ്രഹം. മലബാറിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ടിപ്പു സുൽത്താൻ. ദേവേന്ദ്രനാഥ് ടാഗോറും മൻമോഹൻ ഘോഷും ചേർന്ന് 1861 കൊൽക്കത്തയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ മിറർ. ആരൊക്കെ ചേർന്നാണോ? ദേവേന്ദ്രനാഥ് ടാഗോർ, മൻമോഹൻ ഘോഷ്. 1861 കൊൽക്കത്തയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ മിറർ.
ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാ ദേവിയുടെ രചന. ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാ ദേവിയുടെ രചനയാണ് ക്വീൻ ഓഫ് ഝാൻസി. ക്വീൻ ഓഫ് ഝാൻസി ആരുടെ ജീവിതമാണ്? ഝാൻസി റാണിയുടെ ജീവിതമാണ് പ്രമേയമായിരിക്കുന്നത്. ആരുടെ കൃതിയാണ്? മഹാശ്വേതാ ദേവി. കൃതിയുടെ പേര് ക്വീൻ ഓഫ് ഝാൻസി. ഏഷ്യയിൽ ആദ്യമായി സമ്മർ ഒളിമ്പിക്സ് നടന്ന വർഷം. സമ്മർ ഒളിമ്പിക്സ് നടന്നത് 1964 ടോക്കിയോയിലാണ്. ഏഷ്യയിൽ ആദ്യമായിട്ട് സമ്മർ ഒളിമ്പിക്സ് നടന്നത് 1964 ടോക്കിയോ. ഏഷ്യയിൽ ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സ് നടന്നതോ? വിന്റർ ഒളിമ്പിക്സ് 1972 സപ്പാരോ, ജപ്പാനിലെ സപ്പാരോയിലാണ് 1972 വിന്റർ ഒളിമ്പിക്സ് ആദ്യമായിട്ട് നടന്നത്. മീതൈ എന്നും അറിയപ്പെടുന്ന ഭാഷ ഏത്? മീതൈ മണിപ്പൂരി ഭാഷയാണ് മീതൈ എന്നും അറിയപ്പെടുന്നത്. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തമെന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ്? പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് 3ാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. ന്യൂട്ടന്റെ 3ാം ചലന നിയമം പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ്. ഉപകരണത്തിന്റെ പേര് സ്ട്രോബോസ്കോപ്പ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ്. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം. 46 രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രമാണ് കാദംബരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഹിന്ദു മഹാസഭയുടെയും അധ്യക്ഷനായ ഏകനേതാവ് മദൻ മോഹൻ മാളവ്യ. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആണ് എലൻ ബറോ പ്രഭു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്ന വർഷം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് 2015. നാഷണൽ യാക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നാഷണൽ യാക് റിസർച്ച് സെന്റർ അരുണാചൽ പ്രദേശ്. ഏഷ്യയിൽ സ്ത്രീകൾ മാത്രം നടത്തുന്ന ഏറ്റവും വലിയ ചന്ത എന്ന വിശേഷണം സ്വന്തമായ ഇമാ കെയ്തൽ ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. ഏഷ്യയിൽ സ്ത്രീകൾ മാത്രം നടത്തുന്ന ഏറ്റവും വലിയ ചന്ത എന്ന വിശേഷണം സ്വന്തമായ ഇമാ കെയ്തൽ ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമാണ്. ഇന്ത്യയുടെ 2ാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ത്രിപുരയാണ്. ത്രിപുര. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് ലോക്സഭാ സെക്രട്ടറി ജനറലിന് എത്ര ദിവസം മുമ്പാണ് രേഖാമൂലം നോട്ടീസ് നൽകേണ്ടത്? ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് ലോക്സഭാ സെക്രട്ടറി ജനറലിന് എത്ര ദിവസം മുമ്പാണ് രേഖാമൂലം നോട്ടീസ് നൽകേണ്ടത്? 14 ദിവസം മുമ്പാണ്. ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗിദ്ദ? പഞ്ചാബിലെ പരമ്പരാഗത നൃത്തരൂപമാണ്. നാടകത്തെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമായ നാടകീയം എന്ന പുസ്തകം രചിച്ചത് കൈനിക്കര കുമാരപിള്ളയാണ്. നാടകത്തെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമാണ് നാടകീയം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കൈനിക്കര കുമാരപിള്ളയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആര്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് 67B. കേരളത്തിൽ ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ്. നിലവിൽ വന്നത്
പ്രാബല്യത്തിൽ വന്നത് 1998 നവംബർ 15-നാണ്. 1998 നവംബർ 15-നാണ് കേരളത്തിൽ ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നത്. ശിവജിക്ക് ആയുധ സഹായം നൽകിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമമാണ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ പ്രോഹിബിഷൻ ആക്ട്. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം 1986-ലാണ്. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം 1986. വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന എന്തിന്റെ സാന്ദ്രത കണ്ടെത്താനാണ് വിൻഗ്ലർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? വിൻഗ്ലർ ടെസ്റ്റ് എന്തിൻ്റെയാണ്? ഓക്സിജന്റെയാണ്. വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന എന്തിന്റെ സാന്ദ്രത കണ്ടെത്താനാണ് വിൻഗ്ലർ ടെസ്റ്റ്. ഏതാണ്? വിൻഗ്ലർ ടെസ്റ്റ് ഓക്സിജന്റേതാണ്. വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം? ലൂക്കോപീനിയ. വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ലുക്കീമിയ. മയ്യഴി സ്വതന്ത്രമായത് എന്നാണ്? മയ്യഴി 1954 ജൂൺ 14-നാണ്. 1954 ജൂൺ 14-നാണ് മയ്യഴി സ്വതന്ത്രമായത്. സ്വതന്ത്രമാഹിയുടെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ? IK കുമാരൻ മാസ്റ്റർ. സ്വതന്ത്രമാഹിയുടെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ IK കുമാരൻ മാസ്റ്റർ. ഗ്രീനോക്കൈറ്റ് എന്തിൻ്റെ അയിരാണ്? കാഡ്മിയത്തിൻ്റെ അയിരാണ് ഗ്രീനോക്കൈറ്റ്. ശ്രീകൃഷ്ണ ജനനം എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്? ശ്രീകൃഷ്ണ ജനനം രാജാ രവിവർമ്മയാണ്. ശ്രീകൃഷ്ണ ജനനം എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? രാജാ രവിവർമ്മ. സെറുസൈറ്റ് എന്തിൻ്റെ അയിരാണ്? സെറുസൈറ്റ് കറുത്തീയത്തിൻ്റെ അയിരാണ് സെറുസൈറ്റ്. COVID-19 പ്രതിരോധിക്കാൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ ഏതാണ്? കോവാക്സിൻ ആണ്. COVID-19 പ്രതിരോധിക്കാൻ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിനാണ് കോവാക്സിൻ. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി? 2018 നവംബർ 12-ആണ്. 2018 നവംബർ 12-ആണ് ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ച തീയതി. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധയാണ്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമമാണ് പാപ്പിലിയോ ബുദ്ധ. ആവർത്തന പട്ടികയിലെ 101-ാമത്തെ മൂലകമാണ് മെൻഡലേവിയം. എത്രാമത്തെ മൂലകമാണ്? 101-ാമത്തെ മൂലകമാണ് മെൻഡലേവിയം. ആടുജീവിതം എന്ന നോവലിന്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത്? കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി ആരാണ്? ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി PDT ആചാര്യാണ്. ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി. തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു? തൊട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടിയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്? നടപ്പാക്കിയത് അമ്പലവയൽ. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മേലില. ആദ്യമായിട്ട് നടപ്പിലാക്കിയത് അമ്പലവയൽ, പൂർത്തിയാക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മേലില.
കേശവദേവിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു? പപ്പു എന്നത് ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ്. ആരുടെ കൃതിയാണ്? കേശവദേവാണ്. കേശവദേവിൻ്റെ കൃതിയായ ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ് പപ്പു. ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം എന്ത് മാറ്റം സംഭവിക്കുന്നു? വലിപ്പം കുറയുന്നു. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും വലിപ്പം കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്താണ് സംഭവിക്കുന്നത്? വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാമാണ്? നിരണം കവികൾ മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപണിക്കർ എന്നിവരാണ് നിരണം കവികൾ എന്ന് അറിയപ്പെട്ടത്. മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപണിക്കർ. അവസാനത്തെ ചോദ്യം, കോവളം കവികൾ എന്നറിയപ്പെട്ടത്. കോവളം കവികൾ അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ് കോവളം കവികൾ എന്ന് അറിയപ്പെട്ടത്. അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനും. അപ്പം 100 ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.